ഹലോ മൈ ഗായ്സ്, എല്ലാവർക്കും ഫയർടെക്സിൻ്റെ ലെറ്റ്സ് പ്ലേയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നെതർ പോർട്ടൽ ഉണ്ടാക്കും. അങ്ങനെ നെതർ പോർട്ടലിൽ ഞാൻ ഒബ്സിഡിയനൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എനിക്ക് തിരിയുന്നത്. ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ടില്ലാന്ന്. അപ്പോൾ ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ഞാൻ വില്ലേജ് അപ്പി വരുമ്പോൾ ലാവാ പൂള് കണ്ടിരുന്നു. അവിടുന്ന് ഞാൻ ഒബ്സിഡിയനൊക്കെ മൈൻ ചെയ്തു. ബട്ട് അന്നേരമാണ് ഞാൻ സത്യം അറിയുന്നത്, ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഓൺ ആക്കിയിട്ടില്ല. അത് മതി. ഇത് ചങ്ക് കിട്ടി. അങ്ങനെ ഈ ഒരു ഭാഗം മാത്രം കിട്ടിയില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഓണാക്കി. ഞാൻ ഇതാ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഏതാണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകണം. കുറച്ചുകൂടി മുന്നോട്ടായിരുന്നു. അത് എന്നോട് തന്നെ മറന്നു വന്നു. എവിടെയായിരുന്നു അത്? ഈ ഫോണിൻ്റെ കളി തേങ്ങ ഇതെന്നിങ്ങനെ കളിക്കുന്നത് എന്ത് ലൂപ്പ്. ഓക്കെ, നമുക്ക് കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ തന്നെ കേട്ടോ. ഇവിടെ ഞാൻ വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്തായിരുന്നു. എൻ്റെ ഇടയിൽ ഞാൻ ലാവയിൽ വീണ് ചാവാൻ പോയി. അതാണ് എൻ്റെ ആർമറിൻ്റെ ഒക്കെ ഡ്യൂറബിലിറ്റി കൊടുക്കുന്നത്. ഓക്കെ, അത് വിട്. ഇനി നമുക്ക് 2 ഗോളുണ്ട്. അത് മാത്രമല്ല, എന്നോട് അറിയാണ്ട് ഈ വീഡിയോ ഒന്ന് നൈസിന് കട്ടായിപ്പോയി പകുതിക്കുന്ന്. അങ്ങനെ ഞാൻ ഇത് പിന്നെ വേറെ വീഡിയോയിലാണ് ഞാൻ എന്താക്കുന്നത്, പിന്നെ മൈനിങ് ഏരിയ സെറ്റാക്കുന്നത്. അപ്പം ഞാൻ എന്താക്കി, മൈനിങ് ഏരിയ സെറ്റാക്കുന്നത് മാത്രം ഇതിൽ കൊടുത്ത് ഇതിനോടൊപ്പം വേറെ രീതിക്ക് കൂട്ടിയതാണ്. അപ്പം ഇതൊരു പകുതി വഴി കൂടിയായിരിക്കും വരും അത്. അപ്പം ഞാൻ വിചാരിച്ച 2 വീഡിയോ കണ്ടു. കാരണം ഈ നെതർ പോർട്ടലിലാക്കുന്ന ആകെ 4 മിനിറ്റേ ഉള്ളൂ. അത് വെറുതെ ഒരു 4 മിനിറ്റുള്ള വീഡിയോ ഒക്കെ ഇടണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാനങ്ങനെ ഇന്ന് നമ്മൾ എവിടെ നെതർ പോർട്ടൽ ഉണ്ടാക്കുക? മൈനിങ് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ അത് കുറച്ച് ബോറായിപ്പോൾ. അതുകൊണ്ട് ഓക്കെ, നെതർ പോർട്ടൽ നമ്മൾ എവിടെ ഉണ്ടാക്കും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് അത് പുറത്തേക്ക് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. എന്നാൽ ഓക്കെ, പുറത്തേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. പിന്നെ മൈനിങ് ആയിട്ട് നമ്മൾ എന്തായാലും ഇവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് വരിക. അപ്പം ഇവിടെ ഒന്ന് നമുക്ക് റിമൂവ് ആക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം. ഇവിടെ ഒന്ന് ക്ലീൻ ഈ ഒരു ഭാഗം ഞാൻ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇത് കാണാൻ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കാണുന്ന ഭൂരിപക്ഷം ആൾക്കാരും സബ്സ്ക്രൈബും ലൈക്കൊന്നും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ. പക്ഷേ അത് ഞങ്ങൾക്കൊരു വലിയൊരു മാറ്റമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ബാക്കി ഞാൻ ഇവിടെ ഉണ്ടാക്കട്ടെ. ഓക്കെ, അത്ര പോയിട്ടുണ്ട്. ബാക്കി കോബിൾ സ്റ്റോണോട് വെച്ച് നമുക്കൊരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. അയൺ കൊടുത്ത് ഫ്ലിൻ്റ് കൊടുത്ത് നമുക്ക് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ ഉണ്ടാക്കാം. ഓക്കെ, നമുക്ക് നെതർ പോർട്ട് ഒന്ന് ലൈറ്റപ്പ് ചെയ്യാം. ഞാൻ ഇന്ന് നെതർ കയറുന്നില്ല തൽക്കാലത്തേക്ക്. നാളത്തെ എപ്പിസോഡിൽ, അതായത് 4ാമത്തെ എപ്പിസോഡിൽ നമുക്ക് നെതർ കയറാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഒരു ടെലിപ്പോർട്ട് ആയ പോലെ ഇല്ല സംഭവം. അതാണ് ആ എപ്പിസോഡ്. അതോടുകൂടി അവിടെ കഴിഞ്ഞതാണ്. അവിടെ നിന്ന് അറിയാണ്ടൊന്ന് എന്നോട് അവിടെ നിന്ന് ഇതായിപ്പോയി, സ്റ്റെക്കായിട്ട് ഞാനപ്പോൾ അവിടെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. പിന്നെ അത് ബാക്കി വേറെ വീഡിയോ എടുത്താലാണ്ട് ഞാൻ ഇൻഷോട്ട് കൂടി ഒന്നാക്കിയതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇതിൻ്റെ ബാക്കി നോക്കാൻ ഞങ്ങൾക്കൊന്ന് ഉറങ്ങണമായിരുന്നു. ഞാൻ ഉറങ്ങട്ടെ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എവിടെ വെച്ചാൽ അവിടെ ഒരു വില്ലേജറുണ്ട്, ഫാർമർ. ആ പുര മൊത്തത്തിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പൊട്ടിച്ചളയും. മൊത്തത്തിൽ ഒന്ന് പൊട്ടിച്ചളഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ എൻട്രൻസ് ഒന്ന് ഉണ്ടാക്കണം. അതിൻ്റെ എൻട്രൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ഗ്യാപ്പിൻ്റെ ഇടവായി 3 ഗ്യാപ്പ് വിട്ടിട്ടായിരിക്കും അതിൻ്റെ എൻട്രൻസ് ഉണ്ടാകുക. എന്ന് വെച്ചാൽ ഈ ഒരു പുര മൊത്തത്തിൽ ഞാൻ പൊളിച്ചളയും. ഫസ്റ്റ് നമ്മുടെ അടുത്തുള്ള ഓക്കൊന്ന് എടുക്കട്ടെ. 1 2 3 ബ്ലോക്ക് വിടണം. 2 3 ഓക്കെ ആടാം. ഇനി നമ്മൾ പാർക്കോർ പ്രോ ആയിരിക്കുന്നു.
ഓക്കെ, ഇനിയൊരു ബ്ലോക്ക് കൂടി. ഇനി ഇത് ഇങ്ങോട്ടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നുകൂടി ആക്കാനല്ല, ഇങ്ങോട്ടേക്ക് നമ്മളോട് തോന്നാൻ പറ്റില്ല. അതാണ് ഓക്കെ. ഇതിൻ്റെ മുന്നോട്ടേക്ക് ഇങ്ങനെ, ഓക്കെ, ഇതിൻ്റെ മുന്നോട്ടേക്ക് ഇങ്ങനെ ആകുക. ശേഷം ഈ ഒരു ഓക്ക് ഇവിടുന്ന് പൊട്ടിക്കുക, അത് കയ്യിലെടുക്കുക. ഓരോ കൂടി വേണം. ഇവിടെ കുറേ ഫോറസ്റ്റ് അല്ലേ. ഓ, ഇത് റവീനല്ലേ? അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ നെഗർ പോകുന്നതിനോടൊപ്പം ഈ റവീനൊന്ന് മിക്കവാറും നമ്മളൊന്ന് ഫുള്ളായിട്ട് റൈഡ് ചെയ്യും. നമുക്ക് ഇപ്പോഴും ഒരു ഫുൾ അയൺ ആർമർ ആയിക്കില്ല. റേറ്റ് മാറിപ്പോയി. ഫുൾ അയൺ ആർമർ ആയിക്കില്ല. പിന്നെ ഒന്ന് ഫുൾ അയൺ ആർമർ ആവണം. ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്യാം. സ്ട്രിപ്പ് ചെയ്താലാണ് ഞാൻ കാണാൻ പിന്നെയും ഒരു രസം ഉണ്ടാകുക. എൻ്റെ ഇത് എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ കോബിൾ സ്റ്റോൺ. ഇത് ശരിക്കും ഒരു മലേൻ്റെ എവിടെയാണ് ഉണ്ടാക്കേണ്ടത്. ഒരു മൗണ്ടൻ അല്ലെങ്കിൽ ഒരു പീക്കോ അങ്ങനെ എന്തെങ്കിലും എവിടെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഇത് ഫോറസ്റ്റ് ബയോമാണ്, ഇവിടെ കിട്ടുകയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇവിടെ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് കേവ്ഡ് ആയിട്ടുള്ളൊരു എൻട്രൻസ് പോലെ ആക്കിയിട്ട്, ഞാൻ ഇന്ന് കുറേ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ ആക്കി കുറച്ചേ മൈൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ കുറച്ച് നേരം ഒരു 4 ബ്ലോക്ക് ഡീപ്പിൽ. കാരണം എത്ര എനിക്ക് ടൈം ഉണ്ടാവുമെന്ന് ഇതിന്. ഞാനിപ്പോൾ ഒരേ ഫുള്ളായിട്ടൊന്ന് പൊളിക്കട്ടെ ഫസ്റ്റ്. ഓക്കെ, ഇപ്പോൾ ഒരേ ഇതിനായിട്ട് ഇവിടെ ഒരു അടയാളം പോലും ഞാൻ ഇനി വെക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഒരേ മൊത്തത്തിൽ ഞാൻ ഇപ്പം പൊട്ടിക്കും. ഗ്ലാസ് പെയിനിലോട്ട് മാറിക്കാൻ പറയാം. ഇനി അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. എന്തായാലും ഞാൻ ഈ വരുന്ന ഏതെങ്കിലും എപ്പിസോഡിൽ ഒരു അയൺ ഫാർം ഒക്കെ എന്തായാലും ഉണ്ടാക്കണം. നമുക്ക് ശരിക്കും കുറേ രീതിയിൽ നമുക്ക് ഡയമണ്ട് ആർമർ ടൂൾസ് ഒപ്പിക്കാം. ഒന്ന് നമ്മൾ സാധാരണ പോലെ മൈനിങ്ങിനൊക്കെ പോയിട്ട് പിന്നെ സ്ട്രക്ചറിന്ന് കിട്ടും ഡയമണ്ട്, അത് ക്രാഫ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയമണ്ടിൻ്റെ ആർമർ പീസൊക്കെ ചില സ്ട്രക്ചറിന്ന് കിട്ടും. ഇങ്ങനെ ചിലത് മാത്രം. ഇതൊക്കെ ചില സ്ട്രക്ചേഴ്സ് ഇപ്പോൾ എങ്ങനത്തെ വെച്ച് കഴിഞ്ഞാൽ ഏൻഷ്യൻ സിറ്റി ആ വാർഡിൻ്റെ അവിടെയൊക്കെ പോകണമെങ്കിൽ തന്നെ നമുക്കൊരു നെതറൈറ്റ് ആർമർ വേണം. അപ്പം മൂന്നാമത്തെ ഒരു വൈൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അയണ് നമ്മൾ വെപ്പൺ സ്മിത്തിൻ്റെ അടുത്ത് ബ്ലാക്ക് സ്മിത്തിൻ്റെ അടുത്ത് അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമറാൾഡ് തരും. ഈ എമറാൾഡ് കൊണ്ട് നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഡയമണ്ട് ആർമറും വാങ്ങാൻ പറ്റും, ഡയമണ്ട് ടൂൾസും വാങ്ങാൻ പറ്റും. വെപ്പൺ സ്മിത്തിൻ്റെ അടുത്ത് വെപ്പണും ഇവൻ്റെ അടുത്ത് നിന്ന് ആർമർ നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പം അങ്ങനെ നമുക്ക് ഒപ്പിക്കാം. പെട്ടെന്ന് ഒരു അയൺ ഫാർം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വഴി കൂടി തന്നെ ഡയമണ്ട് ആർമറൊക്കെ ഉണ്ടാക്കാം. മൈനിങ്ങിന് വേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഡിബ്രി മൈനിങ് അതിന് വലിയ പണിയില്ല. ഒരു ഷീപ്പ് ഫാർം ഉണ്ടാക്കിയാൽ മാത്രം മതി. എങ്കിൽ ഒരു ക്രീപ്പർ ഫാർമും ഒരു ഷുഗർ കെയിൻ ഫാർമും അത് മതിയാവും. കാരണം നമുക്ക് TNT വെച്ചത് ബ്ലാസ്റ്റ് ചെയ്യാം. പിന്നെ എന്തിൽ നമ്മൾ മെയിനായിട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ്. ഒന്ന് നമ്മൾ മെയിനായിട്ട് വിടുമ്പോൾ നമ്മൾ കുറേ ബ്ലോക്ക് കൊണ്ടുവന്ന് ഏറ്റവും നല്ലതെന്ന് പറയാൻ ഞാൻ ഇതിൽ കണ്ടിട്ട്. ബ്ലോക്കും അതല്ല കുറേ ഫുഡ് വെച്ചാൽ ഇപ്പോൾ മെയിനായിട്ടുള്ള നല്ലത് ഗോൾഡൻ ക്യാരറ്റാണ്. കാരണം ഇത് നമ്മൾ ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് റീജനറേറ്റ് ആവുകയും ചെയ്യും. മാത്രമല്ല ഇത് കുറേ നേരം ലീസ്റ്റ് ആവും. നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം കഴിഞ്ഞാലേ പിന്നെ ഹങ്കർ സ്റ്റാർ ആകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഗോൾഡൻ ക്യാരറ്റിന്. അപ്പം ഞാൻ ചിന്തിക്കുന്നു നമുക്കൊരു ഗോൾഡ് ഫാർം ഉണ്ടാക്കണം ഡ്രാഗണെ കൊല്ലാൻ പോകുന്നതിന് മുമ്പിട്ട്. മാത്രമല്ല നമുക്ക് കുറേ ഓട്ടോമാറ്റിക് ഫാർമൊക്കെ ഉണ്ടാക്കണം. കാരണം നമുക്കൊരു വലിയ സിറ്റിയൊക്കെ ഉണ്ടാക്കുമ്പം അത് മാത്രമല്ല ഒരു സ്റ്റോൺ ജനറേറ്ററൊക്കെ ഉണ്ടാക്കേണ്ടി വരും. കോബിൾ സ്റ്റോൺ അല്ലാണ്ട്. കാരണം ഒരു സിൽക്ക് ടച്ച് പിക്കാക്സൊക്കെ നമുക്ക് കുറേ ആയിട്ട് ഒപ്പിക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള ഡയമണ്ട് പിക്കാക്സൊക്കെ 2 എപ്പിസോഡിനുള്ളിൽ മിക്കവാറും പൊട്ടുമായിരിക്കും. നോക്കാൻ പറ്റും ഒരു 10 എപ്പിസോഡ് എങ്ങനെയെങ്കിലും നിൽക്കുമെന്ന്. ഞാൻ ആ ഡയമണ്ട് പിക്കാക്സ് ഇനി അധികം ഉപയോഗിക്കില്ല. ഒന്നെങ്കിൽ ഡിബ്രി മൈനിങ്ങിന് പോകുമ്പോൾ ഒന്ന് കയ്യിൽ വെക്കും, അല്ലെങ്കിൽ പിന്നെ ആ ഒബ്സിഡിയൻ മൈൻ ചെയ്യാൻ ഇല്ലെങ്കിൽ ഞാൻ എല്ലാ തിരക്കും ഒന്നെങ്കിൽ ഞാൻ സ്റ്റോൺ പിക്കാക്സ് അല്ലെങ്കിൽ പിന്നെ അയൺ പിക്കാക്സ് ഞാനധികം ഉപയോഗിക്കില്ല. അയൺ ഇപ്പം എൻ്റെ അടുത്തില്ല. എനിക്കൊരു ഫുൾ സെറ്റ് അയൺ ആർമർ ആക്കണം. അപ്പോൾ കുറേ പണിയുണ്ട് നമുക്ക് നെതർ കയറുന്നതിന് മുമ്പിട്ടും. ഈ റവീന് കയറിയിട്ടുണ്ടെങ്കിൽ പകുതി പണി നമുക്ക് അന്നേരം തന്നെ കഴിയും. കാരണം റവീൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ അയണമൊക്കെ കിട്ടുമായിരിക്കും. ഈ കേവൻ്റെ ക്ലിഫ് എന്നുള്ള അപ്ഡേറ്റിലൊക്കെ ഒഴിവാക്കിയതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. അതിൽ നമുക്ക് നാളത്തെ എപ്പിസോഡിലൊക്കെ ഒന്ന് കയറി വെക്കാം. പിന്നെ ഞാൻ ചിലപ്പം ഈ ഒരു ശനിയാഴ്ച ഞായറാഴ്ച ഒരു ലൈവ് എന്തായാലും ഇടുന്നുണ്ടായിരിക്കും. നിങ്ങൾ പരമാവധി ഒന്ന് കാണാൻ ശ്രമിക്കുക.
ഇത് നിങ്ങൾക്ക് ഇതിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ലൈവിൽ ഞാനെല്ലാം നോക്കുന്നതായിരിക്കും. പിന്നെ എനിക്ക് ഇതുവരെ എൻ്റെ 9 സബ്സ്ക്രൈബേഴ്സ് ആയതിന് എന്നോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാനൊരു താങ്ക്സ് പറയുന്നു. അതല്ല ഇനി ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി ഞാൻ പറയുന്നു. പിന്നെ ഞാൻ ഇങ്ങനെ അധികവും വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്ത ഞങ്ങൾ ബോറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഗെയിമിൻ്റെ കാര്യം മാത്രം ഇങ്ങനെ പറയുന്നത്. നമുക്കിനി ബാക്കി വീടങ്ങ് പൊട്ടിക്കാം. ഈ വില്ലേജർ ഒന്നാമതാവും എന്തോ പാവം ചിന്തിക്കും ഈ വീടെടുത്തേക്കാണ് എന്തോ പോയത്. അതുപോലെ ബെഡും കൂടി അങ്ങ് എടുത്ത് കളയാം. നമ്മൾ 5 days ആയില്ലേ സർവൈവ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ കണ്ട അധികം യൂട്യൂബേഴ്സ് ഒരു 200-500 ദിവസം കഴിയുമ്പോൾ തന്നെയാണ് ഒരു നെതറേറ്റ് ആർമറെങ്കിലും ആവുന്നത്. ഒരു 200 അടുത്തൊരു 300 അത്രയെങ്കിലും ഒരു ഡേയ്സ് ആവേണ്ടി വരും ഒരു നെതറേറ്റ് ആർമറൊക്കെ ഒപ്പിക്കാൻ. ഞാൻ അധികം യൂട്യൂബേഴ്സ് അങ്ങനെ തന്നെയാണ്. നമുക്ക് നോക്കാം. എന്തായാലും നമുക്കൊരു 100 എപ്പിസോഡ്, ഒരു 200 മാക്സിമം ഒരു 200 ദിവസം അത്രമാത്രം നമുക്ക് തൽക്കാലത്തേക്ക് കാത്തു നിൽക്കാം. ഡയമണ്ട് ആർമറും നെതറേറ്റ് ആർമറും ടൂൾസൊക്കെ ഒപ്പിക്കാനും. അത് കഴിഞ്ഞിട്ട് പറ്റിയില്ലേ നമുക്ക് ഫുൾ ഡിഗ്രി മൈനിങ് ചെയ്യേണ്ടി വരും അധിക എപ്പിസോഡിലും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഒരു മൈനിങ് ചെയ്തതിൻ്റെ ബാക്കി ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്ന് കുറേ മൈൻ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ കുറേ കൊബിൾ സ്റ്റോണൊക്കെ ഒപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു വലിയ സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടാക്കണം ഇപ്പോഴത്തേക്ക്. മാത്രമല്ല ഇത് അടിയിലൂടെയൊക്കെ പോയിട്ട് ഒരു വലിയൊരു ഏരിയ 10x10 ആയിട്ടുള്ള ഒരു വലിയൊരു ഏരിയ, ഇത് 4 ബ്ലോക്ക് ഹൈറ്റ് അങ്ങനെയുള്ളൊരു വലിയ ഏരിയ ആയിരിക്കും ഈ ഒരു മൈനിങ് ഏരിയയുടെ. പിന്നെ അങ്ങോട്ടേക്ക് വൈ ലെവൽ -54-7 അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ക്ലിഫ് ആൻഡ് കേവ്സിൽ പുതിയ അപ്ഡേറ്റിൽ വന്നത്. നല്ല ഡയമണ്ട് കിട്ടുന്ന നമുക്ക് എങ്ങനെയെങ്കിലും മറ്റേ ഷിഫ്റ്റ് സ്നീക്ക് ചെയ്യുന്നു അതിൻ്റെ ബുക്കിൻ്റെ പേര് ആണെന്ന് തോന്നുന്നു. ഈ ഒരു ബുക്കും കൂടി ഒപ്പിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സുഖമായിരുന്നു. പുതിയൊരു ടെക്നിക്കുണ്ട്. ഈ ഒരു ട്രാപ്പ് ഡോർ വെച്ചിട്ട് നമുക്ക് ക്രൗച്ചിന് പകരം മറ്റേ സിമ്മ് പോലെ ചെയ്യാൻ പറ്റും. അതായത് 1 ബ്ലോക്ക് ഒറ്റ ബ്ലോക്ക് നേരമായിട്ടേക്ക് നമുക്ക് ഇത് ചെയ്യാം. ഒറ്റ ബ്ലോക്കിൽ നേരമായിട്ട് നമുക്ക് മൈൻ ചെയ്ത് പോകാൻ പറ്റും. അത് 33% എഫിഷ്യൻ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയും ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ -54 അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം അതൊന്നെങ്കിൽ വല്ല കേവിലും കൊണ്ടാക്കും, അല്ലെങ്കിൽ വലിയ റിവീൻ്റെ ഉള്ളിലൊക്കെ കാണാം വലിയൊരു ഭാഗം നിറച്ചും ലാവ, അങ്ങനത്തെ ഏതെങ്കിലും സ്ഥലത്തും ഉണ്ടാക്കാം. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇതിങ്ങനെ 3 വിടാം. ഇതും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ തെറ്റി ഇങ്ങോട്ടേക്ക് ഇങ്ങനെ 3 വിടാം. ഇനി ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന് പിന്നെ ഓക്കെ ഇവിടുത്തെ കുറച്ച് ബ്ലോക്കൊക്കെ മൈൻ ചെയ്താണ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 3 ബ്ലോക്ക് മാറ്റണം. ചെറിയ പണി കിട്ടിയേക്ക്. ഓക്കെ ഗൈസ്, അതന്നെ അങ്ങനെ തന്നെയാണ് വേണ്ടത്. മാറിപ്പോയതാണ് എന്നോട്. ഓക്കെ ഇത് തന്നെ മോഡൽ. ഇങ്ങോട്ട് ഇത് കണക്ട് ചെയ്യണം. ഓഫ് ക്യാമറ കുത്തിരിഞ്ഞതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി ഡെക്കറേഷൻ ചെയ്യണം. മാത്രമല്ല ഇവിടെ വേറൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ബാരലൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസം ഉണ്ടാവും കാണാൻ. ഇവിടെ ലാൻഡാണ് തൂക്കിയിടാം. ആടെ 3-4 സ്റ്റേഴ്സാണ് ഇപ്പം പൊട്ടിച്ചില്ല, മറന്നുപോയി. അപ്പോൾ അതാണ് ഇന്നോട്ടെ ഫ്ലോട്ടിങ് ആയിട്ടുള്ള 4. ഓക്കെ, 1 2 3 അവസാനത്തെ ബ്ലോക്ക് നോക്കി ഇങ്ങനെ ചെയ്യാം. ഓക്കെ എല്ലാം നല്ലതായിട്ടാണ് പോകുന്നത്, കുഴപ്പമില്ല. നമുക്കൊന്ന് പെട്ടെന്ന് കിടന്ന് ഉറങ്ങാം തൽക്കാലത്തേക്ക്. നൈറ്റ് ആവാൻ അങ്ങനെ പറഞ്ഞ പോലെ. ഓക്കെ, പെട്ടെന്നൊന്ന് ബാക്കിയും കൂടി കുഴിച്ചാൽ അല്ല വേണ്ട, എന്നാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞുതരാം ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കും ടെമ്പററി ആയിട്ടാണ് ഞങ്ങൾ വേണ്ടത്. ഓക്കെ, ഇങ്ങനെ ഇതിപ്പം വെളിച്ചില്ലാത്ത ഒന്നാമത് നൈറ്റ് ആവുന്നുണ്ട്. ടോർച്ച് വെച്ചിട്ടില്ല. അവിടുത്തെ എപ്പിസോഡിൽ ടോർച്ചൊക്കെ അല്ലേ ഓഫ് ക്യാമറയിൽ ഞാൻ ബാക്കി പണി ചെയ്യാം. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ കുറച്ചേ ഇവിടുന്ന് ഇപ്പോൾ മൈൻ ചെയ്യുന്നുള്ളൂ. കാരണം ഞാൻ ബാക്കി ഓഫ് ക്യാമറ കുത്തിരിഞ്ഞ് മൈൻ ചെയ്യും. ഞാൻ വെറുതെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങളെ.
ഞാൻ ഇവിടെയുള്ള ഞങ്ങൾക്കൊരു സ്റ്റോൺ കട്ടർ ഉണ്ടാക്കണം. സ്റ്റെയർ ആക്കണം ഇവിടെയുള്ള അധികമൊന്നും. എന്നാൽ പിന്നെ കുഴപ്പമില്ല. ഓ നൈറ്റ് ആവാനായി, നൈറ്റായി വേണമെങ്കിൽ അങ്ങനെ പറയാം. ഉറങ്ങട്ടെ ഞാൻ. അതുതന്നെ ഞങ്ങൾക്കൊരു മോബ് ഫാർം ഉണ്ടാക്കണം. ഫുൾ പണിയാണ് ഇപ്പം മൊത്തത്തിലില്ലേ. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ബാക്കി ഇനി മൈൻഡ് ചെയ്യണോ? ഇങ്ങോട്ടേക്ക് കുറച്ചുകൂടി അങ്ങോട്ടേക്ക് മൈൻഡ് ചെയ്യണോ? അത് അല്ല വേണ്ട. അപ്പോൾ ഞാൻ ഇനി ഓഫ് ക്യാമറയൊക്കെ തന്നെ മൈൻഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഡബിൾ ചെസ്റ്റ് വെക്കണം, ഇവിടുന്ന് മൈൻഡ് ചെയ്യുന്നില്ല വെക്കാൻ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.